ഹലോ എവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് ആ കോമ്പറ്റീഷൻ കഴിഞ്ഞതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വീഡിയോസ് ഒക്കെ 2-3 ദിവസം ലാഗ് ആയിക്കണേ, കാരണം കോമ്പറ്റീഷൻസ് പെട്ടെന്ന് വന്നു. കോമ്പറ്റീഷൻ അന്ന് എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു ടൈം കിട്ടിയില്ല. പെട്ടെന്ന് എന്തൊക്കെയോ കാട്ടിയാണ് എഡിറ്റ് ചെയ്ത് കണ്ട് ഓരോ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ ഡെയിലി ബ്ലോഗിന് വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ സോറി, ഇതിൻ്റെ ദിവസത്തിൽ ഞാൻ അത് എഡിറ്റ് ചെയ്താണ്ട് അയക്കും. നമ്മൾ കോമ്പറ്റീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മിസ്റ്റർ മലപ്പുറം അടിച്ചു, മിസ്റ്റർ കേരള അടിച്ചു. മിസ്റ്റർ കേരള നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ 2 ദിവസം മുന്നേ അടിച്ചു. അതിന്റെ ഹാപ്പിനെസ് നല്ലോണം ഉണ്ട്. പക്ഷെ നമ്മുടെ ബോഡി വളരെ വീക്ക് ആയിരിക്കണം, കാരണം ബാക്ക് ടു ബാക്ക് കോമ്പറ്റീഷൻസ് ആണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചത് എനിക്ക് പെട്ടെന്ന് അടിച്ച് ഇങ്ങനെ പോവാന്നുള്ള ലെവലിൽ ഇങ്ങനെ പോവായിരുന്നു. കാരണം നമുക്ക് എക്സൈറ്റ്മെന്റ് കാരണം. ഇപ്പോൾ കേരളത്തിന്റെ മുമ്പ് എനിക്കൊരു കോൾ വന്നു നമ്മുടെ കോച്ചിന്റെ അടുത്ത് നിന്ന്. കോച്ച് പറഞ്ഞു, Ali, this is not good. Back competitions are not good. You won't be able to recover. You will be very weak, and you won't be able to showcase your best physique. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ശരിയാണ്, കാരണം നമുക്ക് ആ ഒരു ബെസ്റ്റ് ഫിസിക് നമുക്ക് കാണിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആണ് ഞാൻ ഫ്ലിപ്പ് വരുമ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. എനിക്ക് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ചെസ്റ്റിന്റെ ബാക്കിനൊക്കെ ചെറിയ പെയിനൊക്കെ ഫീൽ ചെയ്തിനി. അപ്പോൾ നോക്കാതെ ഞാൻ ഇറങ്ങിയത് മൊത്തം. മലപ്പുറം കഴിഞ്ഞിട്ട് അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേരളമാണത്. ഞാൻ കോച്ചിനോട് ചോദിച്ചതിന് കാര്യങ്ങളൊക്കെ, പക്ഷേ കോച്ചൊന്നും പറഞ്ഞില്ല. കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ അപ്പം തന്നെ വേറെ കോമ്പറ്റീഷൻ ആണെങ്കിൽ കഴിഞ്ഞാൽ ചിലപ്പം കഴിയില്ല. പ്രൈസ് അടിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രമേ ഡിസപ്പോയിൻമെന്റ് ആവാം, കോച്ചിനും അതേപോലെ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ഡിസപ്പോയിൻമെന്റ് ആവും. അപ്പൊ ആ ഒരു കാരണമാണ് കോച്ചൊന്നും പറയാവുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ രീതിയിൽ സ്വയം ഞാൻ ഡയറ്റ് ചെയ്തു. അതായത് 2 കോമ്പറ്റീഷൻ ഇറങ്ങി. ആ 2 കോമ്പറ്റീഷനിൽ കോച്ച് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചാണ് ഞാൻ എന്റെ രീതിയിൽ ഞാൻ മാക്സിമം നോക്കിയിട്ട് ഞാൻ ഇറങ്ങി. എന്തായാലും നമുക്ക് ഏകദേശം നമ്മുടെ കണ്ടീഷൻ റെഡി ആയി. പക്ഷെ എന്നാൽ എനിക്ക് മസിലിന് ഫുൾനെസ് കിട്ടിയില്ല. കണ്ടീഷൻ നിലനിർത്താൻ കഴിഞ്ഞു. നമ്മൾ ആ മിഡ്സെക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായി. ഷോൾഡറിന് ഫുൾ പമ്പും അതേപോലെ ബാക്കിന് ഫുൾ പമ്പും ആ കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല. കാരണം നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല. എന്നിട്ട് നമ്മൾ അറിയണ പോലെ നമ്മൾ നോക്കിയതാണ്. ആ ഒരു ലെവലിൽ ഇറങ്ങി. എന്തായാലും നമുക്ക് സെക്കൻഡ് കിട്ടി മെൻസ് ഫിസിക്കിൽ. ഭയങ്കര ഹാപ്പിയാണ്. ഒരിക്കലും വിചാരിച്ചില്ല കേരള കിട്ടുന്നത്. കേരള കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര പേരാണ്. കാരണം ഇതുവരെയായിട്ടും എനിക്ക് ആർക്കും ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല. എനിക്കെന്തോ ഭാഗ്യം കൊണ്ടാണോ എന്തോ എന്താണ് അറിയാം. എന്തായാലും മാക്സിമം നമ്മൾ എഫോർട്ട് എടുത്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അല്ല വെറുതെ എത്തിയതല്ല. ഫസ്റ്റ് നമ്മൾ BBAKയിലാണ് ഇറങ്ങിയത്. BBAK മലപ്പുറം ചെയ്തു. അതിൽ നമുക്ക് മെൻസ് ഫിസിക്കിൽ ഫസ്റ്റ് കിട്ടി, ബോഡി ബിൽഡിങ് സെക്കൻഡ് കിട്ടി. ശരിക്കും എനിക്ക് അടുത്ത മലപ്പുറത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഒരു കണക്ക് തീർക്കാനുണ്ട്. കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറെ കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട്. 3 കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, BBAK, BBA. അപ്പോൾ ഇതിലൊന്നും എനിക്ക് ഒരു പ്രൈസ് പോലും കിട്ടിയില്ല. അതിന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് എനിക്കുണ്ട്. അകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, നമ്മളാ ഒരു ഡിസപ്പോയിന്റ്മെന്റ് വളരെയധികം ഉണ്ടായിരുന്നു. തിരിച്ചു വരണമെന്നില്ല, ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറത്താണ് ഞാൻ എന്ത് ചെയ്തത്, രണ്ടാമത് നമ്മൾ ആ BBAന്റെ ആ ഒരു മിസ്റ്റർ മലപ്പുറത്തിൽ വീണ്ടും ഇറങ്ങിയത്. അപ്പൊ അതിനും കോച്ചിനെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് കണ്ട് അതിലിറങ്ങി. അതിൽ നമുക്ക് മെൻസ് ഫിസിക്കിൽ 4th കിട്ടി. കാരണം അത്രക്കും വലിയ കോമ്പറ്റീഷൻ. അതായത് BBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അസോസിയേഷനിലും ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടാവും അതിൽ. അതുകൊണ്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ 30 പേരിൽ എനിക്ക് 4th കിട്ടി മെൻസ് ഫിസിക്ക്. അതുപോലെ ബോഡി ബിൽഡിംഗ് എനിക്ക് 3rd കിട്ടി. അപ്പോൾ അതും കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് എക്സൈറ്റ്മെന്റ് കഴിഞ്ഞില്ല. എനിക്ക് ഇനി വേണമെന്നില്ല. പക്ഷെ കോച്ചിന് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അതായത് ആ ഒരു ബോഡി വീക്ക് ആവും. അതുപോലെ തന്നെ ഇതിനെ കൊണ്ട് താങ്ങാൻ വയ്ക്കൂല മനസ്സിലായി. കാരണം നാച്ചുറൽ അത്ലീറ്റ് ആണ് ഞാൻ. വേറൊരു മെഡിസിനോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് നാച്ചുറൽ സപ്ലിമെന്റ്സോ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ് നമ്മൾ ഇറങ്ങുന്നത് കോമ്പറ്റീഷനിൽ. അപ്പൊ അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. അപ്പൊ ആ ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കോച്ച് പറഞ്ഞത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇപ്പൊ കേരളത്തിൽ ഒന്നും പറഞ്ഞില്ല. തലേ ദിവസം ഒന്നും പറഞ്ഞില്ല. ഞാൻ കണ്ടീഷൻ വീക്ക് അയച്ചിട്ടൊന്നും റിപ്ലൈ ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ സ്വയം ഡയറ്റ് ചെയ്ത് കണ്ട് അതിന്റെ രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണ്. പക്ഷെ എനിക്ക് കറക്റ്റായി ഡയറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് വേറെ പ്രശ്നം ഉണ്ടായി. ഞാൻ BBA ഇറങ്ങിയോണ്ട് തന്നെ എന്റെ പഴയ ജിമ്മത്തെ ആളറിഞ്ഞു. പഴയ ജിമ്മത്തെ ആൾ മാത്രമല്ല, ഞാൻ അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും അറിഞ്ഞു. ഈ BBAക്കത്തെ മെമ്പേഴ്സൊക്കെ അറിഞ്ഞു. അപ്പൊ എന്റെ കോച്ചിന് കോൾ വന്നു, ഇങ്ങനെ BBAക്ക് ഇനി ഇറങ്ങാൻ പറ്റില്ല, കേരളം ചെയ്യാൻ പറ്റില്ല. അവന് 2 വർഷത്തിന് ഡീബാർ ചെയ്തിരിക്കണ പറഞ്ഞു. ഇനി 2 വർഷത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കേരളം ചെയ്യാൻ പറ്റില്ല. ഈ മാർച്ച് 3-ാം തീയതി തന്നെ കേരളം ചെയ്യാൻ പറ്റില്ല. ആ ഒരു കേരളം ഞാൻ കാത്തു നിൽക്കായിരുന്നു. അതിൽ ഇറങ്ങണം വിചാരിച്ചാൽ ഞാൻ ഈ കേരളം മാത്രം എന്റെ പ്രതീക്ഷ. അപ്പൊ ഇതിൽ എങ്ങനെയും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. കേരളം ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് കോച്ച് വിളിക്കണം. അതായത് എന്റെ പഴയ ജിമ്മത്തെ കോച്ച് ആണ് BBAക്കയിലെ ഒരു മെമ്പറാണ്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ BBAയിൽ ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് 2 വർഷത്തെ ബാൻ കിട്ടിയിരിക്കണ്, ഇനി ഇറങ്ങാൻ പറ്റൂല പറഞ്ഞു. അതേപോലെ തന്നെ ജിമ്മൊന്ന് പുറത്താക്കി വേറെ എവിടെയും പോയി കളിക്കാൻ പറഞ്ഞു. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അതായത് ഇത്രയൊക്കെ സീനാവുന്നത്. കാരണം വേറെ അസോസിയേഷനിൽ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഈ BBAന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആർക്കുവാണെങ്കിൽ BBA ഇറങ്ങാം. അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ആർക്കുവാണെങ്കിൽ ഇറങ്ങാം. ഏത് അസോസിയേഷൻ വേണമെങ്കിൽ ഇറങ്ങാം. എല്ലാ WFF, കാപ്പ,
BBA എല്ലാതൊന്നും ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പം സീനായി. അത് എനിക്ക് മറ്റേ ഫസ്റ്റ് കിട്ടേണ്ടത് എന്താ അറിയില്ല, എന്തായാലും സീനായി. പിന്നെ ആ ഒരു അസോസിയേഷൻ ഒഴിവാക്കി 2 വർഷത്തേക്ക്. അതേപോലെ തന്നെ ജിമ്മൊന്നും ഒഴിവാക്കി. ഇപ്പൊ ഞാൻ വേറെ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തിരിക്കണേ, ജിമ്മ് മുസ്തഫ ഖാന്റെ ജിമ്മിൽ പോയിക്കാണ്ട് ജോയിൻ ചെയ്തു. വർക്കൗട്ടൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. എന്തായാലും ആ ടൈമിൽ ഞാൻ അത്രയും തകർന്നു. അപ്പൊ നാളെ കേരള, അപ്പൊ നാളെ കേരള ആയിട്ട് ഞാൻ തലേ ദിവസം ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ കോൾ വന്നുകൊണ്ട് ഇങ്ങനെ പറയണത്. ഞാൻ ശരിക്കും തളർന്നു. എനിക്ക് പിന്നെ ഡയറ്റ് ചെയ്യാനൊരു മൂഡ് കിട്ടുന്നില്ല, രാവിലെ എണീക്കാൻ മൂഡ് കിട്ടുന്നില്ല, രാവിലെ കാർഡ് ചെയ്യാൻ പോകാൻ സ്ഥലമില്ല. അങ്ങനെ ഒന്നും ഇല്ലാതായി, ഞാൻ പറ്റണ്ട് ഇല്ലാതായി. എന്നിട്ടും ഞങ്ങൾ കഴിയുന്ന പോലെ സ്വയം ഡയറ്റ് നോക്കി, സ്വയം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ മാക്സിമം എന്തൊക്കെ കാട്ടിയാണ് ഞാൻ ചെയ്തു. കേരളത്തിൽ പോയപ്പോഴും എൻ്റെ ചങ്ങായിമാരുണ്ട്, ഫ്രണ്ട്സ്, അത് മൈറൂഫാണ് മെയിനായിക്കാണ്. മൈറൂഫാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയ മെയിനായിക്കാണുള്ള ആളുകളാണ്. അപ്പോൾ അവനാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു തിരൂരിൽ കയറാം. അപ്പോൾ ഞാനും പറഞ്ഞു ഞാൻ തിരൂർക്ക് വരാം, അവിടുന്ന് നമുക്ക് എല്ലാവർക്കും ഒപ്പം പോവാം. തിരൂർക്ക് ഞങ്ങൾ പോയി. അവിടുന്ന് ഞങ്ങൾ ആലപ്പുഴക്ക് കയറി. വൈകുന്നേരക്കാണ് ട്രെയിൻ. അപ്പോൾ വൈകുന്നേരക്ക് കയറി. അവിടെ ഒരു 6 മണി 6:30 എത്തി. അവിടെ 7 മണിക്കൊക്കെ ഞങ്ങൾ SNDP ഹാളിൽ പോയി. പക്ഷെ അവിടുന്ന് റൂമിഷൻ മാറ്റി വെച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജിമ്മിൽ പോയി വെയിങ് എടുക്കാൻ. അവിടെ 8 മണിക്ക് എത്തി. അവിടെ 8 മണിക്ക് വെയിങ് എടുത്തിട്ട് കുറച്ച് കടന്നിറങ്ങി. കാപ്സ് ലോഡ് ചെയ്തിട്ട് 8:45. പിന്നെ 1 മണി 3 മണിക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ 3 മണിക്കല്ല സ്റ്റാർട്ട് ചെയ്തത്. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ 6:30 3 മണി വരെ വെയിങ്ങാനുണ്ടായി. അപ്പോൾ കുറെ ആൾക്കാരും ഇഷ്ടംപോലെ ആൾക്കാരൊന്നും ആ ജിമ്മൊക്കെ നിറഞ്ഞു. അത്രയ്ക്ക് ആൾക്കാർ വന്നിനി. ഗ്രൗണ്ടിൽ പോയി നോക്കിയപ്പോഴാണ് ചെറിയ സ്റ്റേജും അതേപോലെ ഓപ്പൺ ഗ്രൗണ്ടും കഴിയാണ്ട്. കുറച്ച് ചെറിയ ഡിസപ്പോയിൻമെന്റ് കാര്യങ്ങൾ വന്നു. 5 പ്രൈസ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ 5 പ്രൈസിൽ 3 ട്രോഫി മാത്രം, 2 മെഡൽ മാത്രം. അങ്ങനെ 1000 രജിസ്ട്രേഷൻ ഫീ കൊടുത്താണ്ടാണ് പോയത്. 1000 രജിസ്ട്രേഷൻ ഫീക്ക് ഇല്ലാതൊന്നും ഇല്ല എന്നുള്ള ഒരു മെന്റാലിറ്റി വന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ 4 പേര് കോമ്പീറ്റ് ചെയ്യാണ്ടായിന്. സഫീർ, ഞാൻ, പിന്നെ അൻഫാർ, പിന്നെ ഞാൻ പറഞ്ഞ മൈറൂഫും. സഫീർ മാത്രം ഒരു കാറ്റഗറി ഇറങ്ങി. ഞങ്ങളെ 3 ആൾക്കാരും 2 കാറ്റഗറി വെച്ച് ഇറങ്ങി. എനിക്ക് സെക്കൻഡ് കിട്ടി മെൻസ് ഫിസിക്കിൽ. ബോഡി ബിൽഡിങ്ങിനൊന്നും കിട്ടിയില്ല. അതിനെന്താ കാരണം എനിക്കറിയില്ല. കാരണം അത്യാവശ്യം നല്ല പോസിങ്ങും കാര്യങ്ങളൊക്കെ പക്കയിന്, അതുപോലെ തന്നെ കണ്ടീഷൻ വൈസും ഒക്കെ ഓക്കെയാണ്. ഇനി പോട്ടെ, നമുക്ക് ഒരു ട്രോഫി മതി. നമുക്ക് എല്ലാ ട്രോഫിയും കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. ഇതന്നെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് പോയതൊന്നുമില്ല, നമുക്ക് കിട്ടിപ്പോയി. അൽഹംദുലില്ലാ അതങ്ങനെ കിട്ടി. പിന്നെ റൂഫും മൻഫാറും മാക്സിമം നോക്കി, കാരണം അത്രയും ടൈറ്റാണ് കോമ്പറ്റീഷൻ. അത്രയും മെഡിസിൻ യൂസ് ചെയ്ത് അത്രയും ഫോമിലൊന്നും ആൾക്കാരാണ്. അപ്പം അവർക്കിടയിൽ പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടിയില്ല. പിന്നെ സഫീറിന് കിട്ടി. സഫീറിന് 19 വയസ്സായിട്ടുള്ള നല്ല ബോഡി ഉണ്ട്. അപ്പോൾ അവർക്ക് ബോഡി ബിൽഡിങ്ങിൽ കിട്ടി. ഇത് കിട്ടി. അപ്പോൾ 2 ട്രോഫി കിട്ടി. ഞങ്ങൾ തിരിച്ചു പോന്നു. എപ്പോഴാ വെച്ചാൽ കോമ്പറ്റീഷൻ കഴിഞ്ഞ 12:30-ക്കാണ്. ഞങ്ങളൊരു 1 മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 2:30-ക്ക് ട്രെയിൻ പറഞ്ഞു. അപ്പോൾ 2:30-ക്ക് ട്രെയിൻ കയറിയിട്ട് ഇവിടെ ഒരു 8 മണിക്ക് എത്തി. ബൈക്ക് എടുത്താൽ നേരെ വീട്ടിലേക്ക് വന്നു. നേരെ കടന്നുറങ്ങി. കുളിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രയും ക്ഷീണം. ഞാൻ അവിടേക്ക് പോയപ്പോൾ തന്നെ അവിടേക്ക് ഒരു 6 മണിക്കൂർ ട്രെയിനിൻ്റെ യാത്ര ഉണ്ട്. അവിടെ എത്തിയപ്പോൾ എനിക്ക് തല വേദനിച്ചിട്ട് ഞാൻ കടക്കും, മീൽ ലോഡ് ചെയ്യും, വീണ്ടും കടക്കും, മീൽ ലോഡ് ചെയ്യും, വീണ്ടും കടക്കും. അങ്ങനെ 3 പ്രാവശ്യമൊക്കെ ഞാൻ കടന്നുറങ്ങിയിരുന്നു. എന്നിട്ടും തലവേദന മാറിയില്ല. ഞാൻ ഗ്രൗണ്ടിൽ പോയി നിന്നിട്ട് കുറച്ച് ഇങ്ങനെ ആ എക്സൈറ്റ്മെന്റ് കാരണമാണ് പിന്നെ തലവേദന മാറി വന്നത്. അത്രക്കും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ കുറച്ച് ടൈം ആയപ്പോൾ നമുക്ക് ചെയ്യേണ്ടി ചെയ്തു. മാക്സിമം നമ്മളൊരു കഴിയുന്ന ഒരു ഇത് കൊടുത്തു, ഷോക്കേസ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ഈ ഒരു കോമ്പറ്റീഷൻ ഒരിക്കലും മറക്കൂല. ഈ ഒരു വർഷം ഞാൻ മറക്കൂല. കാരണം അത്രക്കും ഞാൻ മെനക്കെട്ടിക്കാണ്ട് കിട്ടിയ സംഭവമാണിത്. ഒരിക്കലും വെറുതെ കിട്ടിയതല്ല. ഞാൻ അത്രക്കും കഷ്ടപ്പെട്ട് ഇതിന് പുറമെ നടന്നാണ് കിട്ടിയതാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറെ പേരുണ്ടായി നമ്മളെ കൂടെ. അവരോടൊക്കെ എനിക്ക് നല്ല കടപ്പാടുണ്ട്. ഒരാളിനെ സഹായിച്ചു കഴിഞ്ഞാൽ അയാളെ ഞാൻ ഒരിക്കലും ചതിക്കുക അല്ലാതെ ഇതാക്കിയൊന്നും ചെയ്യില്ല. അതായത് എനിക്ക് അത്രക്കും കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറെ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ നിന്നിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇട്ട് പോവാൻ എന്നുള്ള ഒരു ലെവലെത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കുഴപ്പമില്ല, സാറില്ല, ഇത്രയും കാലം കളിച്ചല്ല ആ ലെവലിലൊക്കെ നിന്നാണ്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് കാരണം ഞാൻ കുറെ ഹെൽത്ത് ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. കുറെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഒരിക്കലും ഞാൻ ചതിക്കുക, അതേപോലെ ഇട്ടുപോവുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആ ഒരു ഇതൊന്നും എനിക്ക് കഴിയില്ല. പണ്ട് മുതലേ ഞാൻ ഒരു പച്ചപ്പാവല്ല ടൈപ്പാണ്. നമ്മൾ വിചാരിച്ച പോലെ നമ്മളൊരു ഡ്രീം സാധിച്ചു. നമ്മൾ ആ ഒരു മിസ്റ്റർ മലപ്പുറം അടിച്ചു, മിസ്റ്റർ കേരള അടിച്ചു. ഈ മിസ്റ്റർ ഇന്ത്യക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കോച്ച് പറഞ്ഞു ഞാൻ ഇറങ്ങണ്ട. അത്യാവശ്യം ചെയ്തു. നമുക്കൊണ്ട് കഴിയണ മാക്സിമം നമ്മൾ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങണ്ട, ഇന്ത്യ സൗത്ത് ഇന്ത്യക്ക് വരുന്നുണ്ട്. പക്ഷെ ഇനി പോട്ടെ, അത് നമുക്ക് ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് അടിപൊളിയായി കണ്ട് നല്ല ഫോമിൽ ഇറങ്ങാമെന്ന് പറഞ്ഞത്. ബോഡി ഞാൻ പറഞ്ഞില്ലേ, ബോഡി നമുക്ക് വലിയ ബോഡി ഒന്നും ഇല്ല. നമുക്ക് ഇല്ല ബോഡി വെച്ചാണ് നമ്മൾ മാക്സിമം കണ്ടീഷൻ കൂട്ടിക്കാണ്ട് ഇറങ്ങി. നമ്മൾ ബൾക്ക് ചെയ്ത് കണ്ട് നല്ല ബോഡി ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ ഇറങ്ങും. എന്നിട്ട് നമ്മൾ അടിപൊളി ഇറങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി അതിനുള്ള പ്രിപ്പറേഷനാണ്. അതിന് നമ്മൾ മാക്സിമം ബൾക്ക് ചെയ്ത് കണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മസിലിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലെ മസിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും.
അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞു. കോമ്പറ്റീഷൻ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ത്യക്ക് ഇറങ്ങുന്നില്ല, മറ്റേ സൗത്ത് ഇന്ത്യക്ക് ഇറങ്ങുന്നില്ല. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്, ICN അതേപോലെ നമ്മുടെ WNF, IPC, അങ്ങനെ കുറേ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇറങ്ങും. നമ്മളത് ശരിക്കില്ല നമ്മളെ പൊട്ടൻഷ്യൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോ കാർഡും കാര്യങ്ങളൊക്കെ അടിച്ചാണ് നമുക്ക് ലെവലെത്തണം. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്താണെന്ന് കാണിക്കണം. നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന്റെ പൊട്ടൻഷ്യൽ ആർക്കും ഇപ്പോൾ അറിയില്ല. ഹെൽത്തി ആയ കോമ്പറ്റീഷനാണ് നമ്മൾ ഈ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മാക്സിമം ആ ഒരു ഉയർത്തി കൊണ്ടുവരാമെന്നുള്ളത് നോക്കണം. അപ്പോൾ അതിന് ഞാൻ എന്തും ചെയ്യും. അതായത് നമുക്ക് നാച്ചുറൽ ബോഡി കോമ്പറ്റീഷൻ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആ ഒരു പീക്ക് ലെവലിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, അതാണ് ഞാൻ നോക്കുന്നത്. അതാണ് എൻ്റെ ഗോള്. എന്തായാലും ഇതാണ് പറയാനുള്ളത്. നമുക്ക് ഫിസിക് അപ്ഡേറ്റ് നോക്കാം. ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കിന് അപ്ഡേറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ കാരണം ഫിസിക്ക്. നമ്മൾ ഡയറ്റ് ഇപ്പോഴും ഡയറ്റ് വിട്ടിരിക്കുന്ന പക്ഷേ എന്നാലും ഇപ്പോഴും നമുക്ക് ആ ഒരു ലീനസ് ഉണ്ട്. കാരണം നമ്മൾ വലിയ അധികം കഴിക്കണില്ല. നമുക്ക് ഇപ്പോഴും ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് കഴിക്കുന്നത്. നമുക്ക് ഡയറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ബൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ ഡയറ്റ് തന്നില്ല. ഡയറ്റ് തന്നിട്ട് നമുക്ക് അതിന് ശേഷം എത്ര കാലറീസ് എത്ര പ്രോട്ടീൻ കഴിക്കാൻ നോക്കിയിട്ട് നമ്മൾ അതിന് ശേഷം കാലറീസും പ്രോട്ടീനൊക്കെ കൂട്ടും. അപ്പോൾ ഇന്നലെ നമ്മൾ വർക്കൗട്ട് ചെയ്തു, പുഷാൻ കളിച്ചു, ചെസ്റ്റ്, ട്രൈസെപ്സ്, അതേപോലെ തന്നെ നമ്മൾ ഷോൾഡറും കളിച്ചു. അപ്പോൾ അതൊക്കെ ഫുള്ള് നല്ല പമ്പായിക്കാണ്. നല്ല പമ്പ്. അതായത് നമുക്ക് ആ കോമ്പറ്റീഷൻ ആകുമ്പോൾ ആ പമ്പ് കിട്ടൂല. നമ്മളെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ സമയത്ത് നല്ല അടിപൊളി പമ്പ് കയറാം. ആ സൈസ് നമുക്ക് കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ കിട്ടൂല. അങ്ങനെ കിട്ടാന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കണം. അതിന് പല വഴികളും ഉണ്ടാവും. അതായത് നമുക്ക് ആ നാച്ചുറലായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ പഠിച്ചെടുക്കണം. അല്ലെ, എപ്പോഴും ബിഗിനറാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് പഠിച്ചിട്ട് വേണം നമുക്ക് മാക്സിമം നമ്മൾ ആ ഒരു ഇത് കാണിക്കാൻ. എന്തായാലും നമ്മൾ ഇനി ബിൽഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇനി കറക്റ്റ് നമുക്ക് ആ ഫ്രെയിം വരണം. ഞങ്ങൾ പിടിക്കുമ്പോൾ എനിക്ക് ബാക്ക് കണ്ടോ, എൻ്റെ ബാക്ക് വീക്കാണ്, ലാച്ച് വീക്കാണല്ലോ. അപ്പോൾ ലാച്ച് ഇനി ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഷോൾഡർ ഇനി കപ്പ് വരാണ്ട്, ഇവിടെ കപ്പ് ഇനി വരാണ്ട്, ആ കപ്പ് ഇനി ഫോക്കസ് ചെയ്യണം. പിന്നെ ആംസ് കുഴപ്പമില്ല, ആംസിൻ്റെ ഓൾറെഡി ഓക്കെയാണ്. പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട അപ്പർ ചെസ്റ്റ്. അപ്പർ ചെസ്റ്റ് ഇനിയും കുറേ വേണം. അതായത് ഈ ഒരു ലെവലിൽ നമുക്ക് അപ്പർ ചെസ്റ്റ് കയറി കെട്ടണം. ഇവിടെ ഒരു കട്ടിങ്സ് ഇനിയും കയറി വരാണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് കുറവില്ലത് നോക്കിയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് കണ്ട് നമുക്ക് കളിക്കണം. അപ്പോൾ ആ ലെവലിൽ നമുക്ക് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കൊല്ലം മെനക്കെട്ട് കഴിഞ്ഞാൽ ഫിസിക്കാണിത്. നമ്മളൊരു 2 കൊല്ലം കൂടി മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ നല്ല ഫിസിക്ക് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. പിന്നെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഒരു 5 വർഷത്തിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. യൂട്യൂബ് ചാനലും അതേപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ നല്ല റീച്ച് കിട്ടിയാണ്. അപ്പോൾ അതിലൊക്കെ വലിയ ഫോളോവേഴ്സിന് ആവശ്യം എനിക്കറിയാം. അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ആണ്. ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കും. ഇനി എനിക്ക് ടൈം ഉണ്ടാവും. കാരണം കോമ്പറ്റീഷൻസും ഇല്ല. അതുകൊണ്ട് എനിക്ക് വലിയ കുക്കിങ്ങിന്റെ ഇതും അതേപോലെ വേറെ ഇതൊന്നും വരുന്നില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിനും കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാം. നമ്മൾ കൺസിസ്റ്റന്റ് ആയി പോസ്റ്റ് ചെയ്യും. ഇൻഷാല്ലാ നമുക്ക് അടിപൊളിയായിക്കാണ് നമുക്ക് കണ്ടന്റ്സ് കിട്ടണം. എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് അതേപോലെ എന്തൊക്കെ വേണ്ടത് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ ചെയ്ത് തരുന്നുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് നമ്മളെ മെൻസിലേക്കും പുതിയ പിടിച്ച ട്രാൻസിഷനാണ് ഈ ട്രാൻസിഷൻ. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര സിമ്പിളാണ്. അതേപോലെ തന്നെ നമുക്ക് അധികം സ്പേസിന്റെ ആവശ്യമില്ല. പക്ഷെ മറ്റേത് ഒന്നാണ് ഇങ്ങനെ ഒന്നാണ്ട് സ്പേസ് വേണം. അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരൊക്കെ നമ്മൾ യൂസ് ചെയ്യും. എന്തായാലും ഫ്രണ്ട് പോസ്, സൈഡ് പോസ്, ബാക്ക് പോസ്, വീണ്ടും സൈഡ് പോസ്, നമ്മൾ ഫ്രണ്ട് പോസ്. മെൻസിസിക്കുന്നത് മെൻസിസിക്കാണ് നമുക്ക് മെയിനായി നമ്മൾ ഫോക്കസ് ചെയ്യുക. കാരണം നമുക്ക് ലെഗ് അധികം ഇല്ല. ലെഗ് ഇല്ലത് കാണാൻ നമുക്ക് കുഴപ്പമില്ലാതെ ഉണ്ട്. എന്നാലും നമുക്ക് കോമ്പറ്റീഷൻ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് അധികം ലെഗ് ഇല്ല. ഇതായാലും ഫാറ്റ് കമ്മിയായതുകൊണ്ട് നമുക്ക് വന്ന ലെഗാണ് ഇപ്പോൾ ഇത്. കട്ടിങ്സ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഉണ്ട്. എന്നാലും നമുക്ക് വലിയ കട്ടിങ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. കേട്ടോ, ലെഗ് ഞാൻ അധികം കളിക്കലില്ല. ലെഗ് ഒന്നും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഗും ഗ്രോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഫിസിക് അപ്ഡേറ്റ്. ബാക്ക് കാണിച്ചു തരാം. ബാക്ക് ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ബാക്കിലാണ് മാർക്ക് പോയത്. പക്ഷേ നമുക്ക് ബോഡി ബിൽഡിംഗ് ഇറങ്ങിയാൽ മാർക്ക് പോയത് ബാക്കിനാണ്. ബാക്ക് നമ്മൾ പിടിച്ചപ്പോൾ നമുക്ക് അത് കറക്റ്റായ കട്ടിങ്സ് കാര്യങ്ങളും കണ്ടില്ല. അപ്പോൾ ഓക്കെ, ഇതൊക്കെ പറയാനില്ല. വലിയ വീഡിയോ കാരണം ഞാനപ്പോൾ എന്താ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യും. അതിനാണ് ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത്. എന്തായാലും നമുക്ക് ഇനി ഉഷാറാക്കണം. ഇൻഷാല്ലാ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബൊക്കെ ഉഷാറാക്കണം. അതേപോലെ തന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ ഇപ്പോഴും കഴിയുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം മെസ്സേജ് ചെയ്യാൻ എന്തായാലും കാണും. അപ്പോൾ മെസ്സേജ് അയച്ചോളി, കുഴപ്പമില്ല. ഇത് തന്നെയാണ് പണി. ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വലിയ ഗോൾസ് ഉണ്ട്, നമുക്ക് അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും അതിൻ്റെ ഹാർഡ് വർക്കും എല്ലാം ഞാൻ ചെയ്യാൻ റെഡിയാണ്. ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ജേർണി കാണണമെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മളെ കൂടുതൽ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അത് പറയാനുള്ളൂ.
വളരെ ഹാപ്പിയാണ്. വളരെ നല്ലൊരു ഫേസിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയിൽ കൂടെ കുറച്ച് സ്ട്രഗിൾസും ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഒക്കെ വിധിച്ചതായി കാരണം നമുക്ക്. അപ്പോൾ കുറെ കാര്യങ്ങൾ അങ്ങനെ വിധിച്ചുകാണ്ട് കിട്ടിയ സംഭവങ്ങളുണ്ട്. എനിക്ക് ജോബ് കിട്ടിയത് അങ്ങനെയാണ്, എനിക്ക് അബ്രോഡിൽ ജോബ് കിട്ടിയത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇപ്പം ഈ റൂഫിനെ കണ്ടുപിട്ടിയതും ഈ കോമ്പറ്റീഷൻ ചെയ്തതും ഒക്കെ അങ്ങനെയാണ്. കുറെ കാര്യങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ നമുക്ക് കുറെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് കിട്ടിയതുകൊണ്ട് ഈ പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവങ്ങൾ തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം അച്ചീവ് ചെയ്താണ്. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ അത്രക്കും പാഷനേറ്റ് ആയി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പം അതാണ് പറയാനുള്ളത്. എല്ലാവരും മാക്സിമം അവരുടെ ഡ്രീം ഫോക്കസ് ചെയ്യുക, അതിന് വർക്ക് ചെയ്യുക, അതിന് ശരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.